ഓം ശാന്തി. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു വളരെ വണ്ടർഫുൾ ആയിട്ടൊരു ടെക്നിക്കാണ്. നമുക്ക് പെട്ടെന്ന് ഒരു പൈസയുടെ ആവശ്യം വന്നാൽ അതിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നതായിരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഏതൊരു കാര്യം, ലോ ഓഫ് അട്രാക്ഷൻ്റെ എല്ലാ വീഡിയോയ്ക്ക് മുന്നും ആദ്യം പറയാറുള്ള ദ സെയിം ഫാക്ടർ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നമ്മുടെ വിശ്വാസം ആണ് ആ കാര്യത്തെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഘടകം. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെന്തോ അതേ നമ്മളിലേക്ക് ആകർഷിക്കുള്ളൂ. എൻ്റെ ഉള്ളിൽ എനിക്ക് ഈ കാര്യം നടക്കും എന്ന പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നടന്നു കിട്ടിയിരിക്കും. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഞാൻ ചെയ്തു നോക്കാത്തൊരു മെത്തേഡും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇന്നും ഞാൻ ചെയ്തു നോക്കിയ മെത്തേഡാണ്. ഞാൻ ഇതേപോലെ ഈ ടെക്നിക്ക് കുറച്ച് ദിവസം മുന്നേ വെറുതെ ചെയ്തു നോക്കി. എനിക്ക് ഒരു ബന്ധവുമില്ലാത്ത ഏതെങ്കിലും സ്ഥലത്തു നിന്നാവണം ഈ പൈസ വരുന്നത് ഞാൻ വിചാരിച്ചിരുന്നത്. ഈ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ അവരും ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം, അയച്ചു തന്നവരും. എനിക്കറിഞ്ഞുകൂടെ അക്യുറേറ്റ് ആയിട്ട് അവർ ഇനിയും അറിയില്ല. ഈ യൂട്യൂബ് കാണുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു പൈസ കൊടുത്തേ തീരൂ എന്ന് അവരുടെ മനസ്സിൽ സങ്കല്പം ഉണ്ടാവുകയും, ഞാൻ ഈ വീഡിയോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റെ പ്രാക്ടിക്കലാക്കി നോക്കിയ ദിവസമാണ്. പിറ്റേ ദിവസം വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വന്നു, സിസ്റ്റർ ഇത്ര പൈസ ഞങ്ങൾ ഇങ്ങനെ അയച്ചിട്ടുണ്ട്, ഒരു പൈസ അയച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും ആ ഡൊണേഷൻ സ്വീകരിച്ചേ പറ്റുമെന്ന്. വന്നത് വിദേശത്തു നിന്നാണ് പൈസ വന്നത്, അല്ലാതെ നമ്മുടെ ഭാരതത്തിൽ നിന്ന് കൂടിയല്ല വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു നോക്കിയ ശേഷമാണ് ഇത് പറഞ്ഞിരുന്നത്. ചിലർക്ക് ചെറിയ മണി വരാം, ചിലർക്ക് വലിയ മണി വരാം. അട്രാക്ഷൻ എത്രമാത്രം ആകുന്നു എന്നുള്ള കാര്യം അത് നിങ്ങളുടെ പവറിൻ്റെ ആധാരത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നടക്കുന്നൊരു കാര്യമാണ്. ആ കാര്യത്തെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ചെയ്തു നോക്കണം. പിന്നെ ഈ പൈസ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത ശേഷം ആ പൈസ നാളെ ഇപ്പോൾ സാലറി കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാനിത് ചെയ്തു നോക്കിയിട്ട് നാളെ സാലറി വരുമ്പോൾ ഇത് ചെയ്തതിൻ്റെ ഫലമായിട്ട് നാളെ സാലറി കിട്ടിയെന്ന് വിചാരിക്കരുത്. സാലറി നിങ്ങൾക്ക് ഉറപ്പുള്ള പൈസയാണ്. അതുകൊണ്ട് അത് ഞാൻ അട്രാക്റ്റ് ചെയ്തിട്ട് വന്ന പൈസ എന്ന് പറയാനില്ല. നിങ്ങൾക്ക് ഒരാൾ പൈസ തരാനുള്ള പൈസയുണ്ട്, കിട്ടാത്ത പൈസയാണ്, അതാണ് വന്നതെങ്കിൽ അത് അൺഎക്സ്പെക്റ്റഡ് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ഒരു ഗിഫ്റ്റായിട്ട് നമുക്ക് തരികയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയാം. ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരണം തോന്നിയിട്ട് തരികയാണെങ്കിൽ ഇത് അപ്രതീക്ഷിതമെന്ന് പറയാം. അതുകൊണ്ട് അപ്രതീക്ഷിതമായിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു എമൗണ്ട് വരാൻ വേണ്ടിയതായിട്ട് ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിനാദ്യം ആവശ്യം നമുക്ക് നോട്ടാണ്. ഇന്ന നോട്ടൊന്നുമില്ല, ഏതെങ്കിലും നോട്ടായിരിക്കണം. ഞാൻ ഉപയോഗിച്ചത് 2000 നോട്ടായിരുന്നു. ഇന്ന് ഞാൻ നിനക്ക് അതേ നോട്ട് വെച്ച് തന്നെയാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു നോട്ട് നമ്മുടെ കയ്യിലെടുക്കുക. ആ നോട്ട് കയ്യിലെടുത്ത ശേഷം ആ നോട്ടിലേക്ക് നന്നായിട്ട് നോക്കുക. ഇതിലേതൊക്കെ നമ്പറുണ്ട്. 4AB എന്നൊരു നമ്പറുണ്ട്, 852448 ഇങ്ങനെ നമ്പറുണ്ട്. 2000 ഇവിടെ എഴുതിയിട്ടുണ്ട്, പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ 2000 എന്നുള്ളത് അക്കത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ പല ഭാഷകളിലുണ്ട്. ഇങ്ങനെ ഞാൻ ഇത് എഴുതിയിട്ടുള്ള വാക്കുകളൊക്കെ ഇത് വായിച്ചു നോക്കുക. കൃത്യമായിട്ട് വേർഡ് ബൈ വേർഡ് എല്ലാം എന്താണ് റിസർവ് ബാങ്കിനോട് എഴുതി വച്ചിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് വായിച്ചു നോക്കി. ഗാന്ധിജിയുടെ ചിത്രം ആ പച്ച ഡോട്ട് പോലുള്ളതായിരിക്കുന്ന കാര്യം, ഈ സൈഡിലെ വരകൾ, ഡിസൈന്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കുക. ആക്ച്വൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഈ നോട്ടിൻ്റെ ചിത്രം അങ്ങനെ തന്നെ കുറിക്കപ്പെടുന്ന രീതിയിലായിരിക്കണം അത് വായിക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ളതായിരിക്കുന്ന ഒരു ഡിസൈൻ പോലും നിങ്ങൾ നോക്കി നോക്കണം. ഇവിടെ എഴുതിയിട്ടുള്ളത് ഈ ഡിസൈൻസ്, ഇവിടെ 2000 എന്നുള്ളത്, ഇവിടെ ചക്രത്തിൻ്റെ ഒരു ഇത് വരുന്നത്. അത് കഴിഞ്ഞ ശേഷം മറിച്ച് പിടിക്കുക. ഈ നോട്ടിൻ്റെ മറ്റേ സൈഡിൽ എന്തൊക്കെ എഴുതി നോക്കൂ. ഗാന്ധിജിയുടെ കണ്ണട, സ്വച്ഛ ഭാരത് എന്നുള്ളതായിട്ടുള്ള യോജനയെക്കുറിച്ച് 2000 റുപ്പീസിന് എഴുതിയിട്ടുണ്ട്. ഇവിടെയുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഈ നോട്ടിൽ നിങ്ങളെടുത്ത നോട്ടിലുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സസൂക്ഷ്മം വായിച്ച് എടുക്കുക. ചുരുക്കം പറഞ്ഞാൽ ഈ നോട്ട് അതേ രീതിയിൽ എൻ്റെ മനസ്സിലേക്ക് പ്രിൻ്റായി വന്നു എന്നർത്ഥം. എന്നിട്ട് ആ മനസ്സിൽ വന്ന ശേഷം കണ്ണടയ്ക്കുക. സന്തോഷമായിട്ട് അത്രയും പൈസ അൺലിമിറ്റഡ് ആയിട്ട് അതേ നോട്ടുകൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. നമുക്ക് ഇഷ്ടം പോലെ വന്നത് ഫീൽ ചെയ്യുക. എന്നിട്ട് ചിരിക്കൂ നമ്മളതിൽ. യെസ്, ആ പൈസ വന്നു കഴിഞ്ഞിരിക്കുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ഞാൻ എവിടെ നിന്നും കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ആ പൈസ ഇത്രയും ഒഴുകി വരികയാണ്, നിറച്ച് വന്നിരിക്കുകയാണ്. ഇത്രയും വലിയൊരു എമൗണ്ടൊന്നും എൻ്റെ അടുത്ത് പെട്ടെന്ന് വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ വന്നല്ലോ. താങ്ക് യു പ്രപഞ്ചത്തിന് താങ്ക്സ്, ഈശ്വരന് താങ്ക്സ്, ഈ പൈസ എനിക്ക് തന്നവർക്ക് താങ്ക്സ്, തരാനുണ്ടായ കാര്യം ഉണ്ടായി പറഞ്ഞവർക്ക് താങ്ക്സ്, എല്ലാവർക്കും താങ്ക്സ്. ഇഷ്ടം പോലെ പൈസ എൻ്റെ അടുത്ത് ഒഴുകി വന്നിരിക്കുന്നു. ഐ എം സോ ഹാപ്പി. ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനുള്ള ഇമോഷൻസിനൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ബന്ധമില്ലാത്ത ഒരു സ്ഥലത്തു നിന്ന് പോലും നമുക്ക് പൈസ ഒഴുകി വന്നു എന്നുള്ളതിൻ്റെ ആനന്ദം അനുഭവിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം പിന്നെ ആ നോട്ട് നിങ്ങൾ മാറ്റി വെച്ചോളൂ. നോർമലി 24 മണിക്കൂർ ആകുമ്പോഴേക്കും
നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ടായിട്ട് പൈസ നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടായിരിക്കും. ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ വീണ്ടും വിഷമിക്കേണ്ട, അത് വിട്ടേക്കുക, വീണ്ടും വീണ്ടും ചെയ്യണമെന്നില്ല. പക്ഷേ ആ സന്തോഷം എക്സ്പീരിയൻസ് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, വന്നതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ വരും. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ 16 മണിക്കൂറിന് ശേഷമാണ് എനിക്ക് ഈ മെസ്സേജ് വന്നത്. ഒരു പരിചയവുമില്ല, ആ തന്ന ആളെ ഇന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ടില്ല, ഫോണിൽ സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. അവരെനിക്ക് വെസ്റ്റേൺ മണി യൂണിയനിലേക്കാന്ന് തോന്നുന്നു പൈസ അയച്ചു തന്നു, പൈസ കിട്ടി എന്നുള്ള മെസ്സേജ് എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ആ പൈസ വന്നു ചേരും. ശ്രമിച്ചു നോക്കണം, ഇന്ന് തന്നെ ട്രൈ ചെയ്യണം. പൂർണ്ണ വിശ്വാസത്തോടെ സന്തോഷത്തോടെ ഹാപ്പിയസ്റ്റ് ആയിട്ട് ചെയ്യും. നിങ്ങൾക്കും വേണ്ടത്ര പൈസ വന്നു ചേരട്ടെ. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.